പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു. പരിശുദ്ധ അമ്മേനെ സ്വന്തമായി സ്വീകരിച്ചവരാണ് ക്രിസ്ത്യാനികളായ ക്രിസ്തു ശിഷ്യന്മാരായ ഓരോരുത്തരും. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ ഒരുക്കത്തിന്റെ ദിവസത്തില് പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുക ഓരോ ദിവസവും നമ്മൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ മാതൃകയാക്കാം. അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് യാത്രയാകാം. പ്രത്യേകമായ വിധം ഇന്നേ ദിവസം ഈ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സെപ്റ്റംബർ 5 വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ദിവസമാണ്. മദർ തെരേസയെ നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയോട് എപ്പോഴും സ്നേഹം നിറഞ്ഞ ഒരമ്മയാണ് വിശുദ്ധ മദർ തെരേസ. കയ്യിൽ എപ്പോഴും ജപമാല കൊണ്ട് നടന്ന വിശുദ്ധ, അതൊരു മാതൃകയാണ്. കയ്യിൽ ജപമാല പിടിച്ചുകൊണ്ട്, അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് നടന്ന മദർ തെരേസയുടെ മാധ്യസ്ഥം യാചിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് അധ്യാപകർ ദിനം കൂടി. അറിവിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്ന എല്ലാ അധ്യാപകരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ എല്ലാ അധ്യാപകരെയും നമുക്ക് ഓർക്കാം. ഒപ്പം ഇന്ന് കാറ്റീസം ടീച്ചേഴ്സ്, സ്കൂളിലെ അധ്യാപകരും എല്ലാം ചേർന്നാണ് ഈ ബലി അർപ്പിക്കുന്നത്. ഈ ബലിക്ക് നേതൃത്വം നൽകുന്നു. അവരെല്ലാം ഓർക്കുന്നു. ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജോസ്റ്റിന തോമസിനെ പുറത്ത് ബലിയർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിവാഹ വാർഷികം 19ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആൽവിൻ വിജയ് എസ്തർ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുകയും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം.
സഹോദരരെ, ദിവസങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും എന്റെ വലിയ പിഴ ആകയാൽ നിത്യഗതിയായ പരിശുദ്ധത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. പരിശുദ്ധ ദേവമാതാവിന്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ ഈ മാതാവിന്റെ മാതൃസഹായത്താൽ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കരയേറുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കുടുക്കുന്നു എന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണ് എന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. എല്ലാം നിങ്ങളുടെ സ്വന്തമാണ്. പൗലോസും അപ്പോളോസും കേഫായും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലാം നിങ്ങളുടേത് തന്നെ. നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതും. കർത്താവിന്റെ വചനം. மண்ணுலகும் அது நிறைந்துள்ள அனைத்தும் ஆண்டவருடையவை. மண்ணுலகும் அது நிறைந்துள்ள அனைத்தும் ஆண்டவருடையவை. நிலவுலகும் அதில் வாழ்வனமும் அவருக்கே சொந்தம். ஏனெனில் அவரே கடலின் மீது அதற்கு அடித்தளமிட்டார், ஆறுகள் மீது அதை நிலைநாட்டியவரும் அவரே. மண்ணுலகும் அது நிறைந்துள்ள அனைத்தும் ஆண்டவருடையவை. ஆண்டவரது மலையில் ஏற தகுதியுள்ளவர் யார்? அவரது திருத்தலத்தில் நிற்கக்கூடியவர் யார்? கரைபடாத கைகளும் மாசற்ற மனமும் உடையவர், பொய் தெய்வங்களை நோக்கி தம் உள்ளத்தை உயர்த்தாதவர். மண்ணுலகும் அது நிறைந்துள்ள அனைத்தும் ஆண்டவருடையவை. இவரே ஆண்டவரிடம் ஆசி பெறுவார். தம் மீட்பராம் கடவுளிடமிருந்து நேர்மையாளர் என தீர்ப்பு பெறுவார். அவரை நாடுவோரின் தலைமுறையினர் இவர்களே. யாக்கோபின் கடவுளது முகத்தை தேடுவோர் இவர்களே. மண்ணுலகும் அது நிறைந்துள்ள அனைத்தும் ஆண்டவருடையவை. நான் உங்களை மனிதரை பிடிப்பவர் ஆக்குவேன் என்கிறார் ஆண்டவர். കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. അക്കാലത്ത് ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ യേശുവിന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസർ തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമേലിൻ്റെതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം
അകലെയുള്ള വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിൽ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാവോളം നിറച്ചു. ശിമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സെബെദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാണ്. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കർത്താവിന്റെ സുവിശേഷം. ഈശോയില് സ്നേഹം നിറഞ്ഞ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, മാതാപിതാക്കന്മാരെ, യുവതി യുവാക്കന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞ് മക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഡീക്കൻ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, അമ്മയെ ബഹുമാനിക്കുന്നവൻ നിക്ഷേപം കരുതി വയ്ക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ ഒരുക്കത്തിലാണ് നമ്മൾ. ഈ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ ഒരുക്കത്തില് സഭ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് 3 കാര്യമാണ്. പരിശുദ്ധ മറിയത്തെ കുറിച്ച്. പരിശുദ്ധ മറിയം നമുക്ക് മാതാവാണ്. പരിശുദ്ധ മറിയം നമുക്ക് മധ്യസ്ഥയാണ്. പരിശുദ്ധ മറിയം നമുക്ക് മാതൃകയാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ മറിയത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. പരിശുദ്ധ മറിയം നമുക്ക് മാതാവാകുന്നത് ഈശോ തന്റെ കുരിശിൽ കിടന്നുകൊണ്ട് ഏറ്റവും അവസാനം അവനുള്ളതെല്ലാം ഇനി ഉള്ളത് പരിശുദ്ധ അമ്മയെ മാത്രം. രക്തവും അതോടൊപ്പം തന്നെ ജലവുമെല്ലാം ഈ ലോകത്തിന് വേണ്ടി നൽകി, രക്ഷയ്ക്ക് വേണ്ടി കൂടെ തന്നത്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയത് പരിശുദ്ധ അമ്മയാണ്. അതാ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തില് 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്നത്. ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് പരിശുദ്ധ അമ്മ. നമുക്ക് മാതാവ്. പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് എങ്ങനെ മാതൃകയാണ്. പലപ്പോഴും ഈ തിരുനാളുകളുടെ ഒരുക്ക ദിവസങ്ങളെല്ലാം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് മാതൃകയാണ്. നമ്മുടെ ബന്ധങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കാൻ പരിശുദ്ധ അമ്മ പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ. പരിശുദ്ധ അമ്മ പേടിച്ചു വരച്ചിരുന്ന ശിഷ്യന്മാരോട് പറയുന്നത്, നമുക്ക് ഒരുമിച്ചിരിക്കും, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും, സിയോൻ ഊട്ടുശാലയില് മാതൃകയാവുക, എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു. ഈ തിരുനാളിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ എല്ലാവരുമായിട്ട് ഒരുമിച്ചാണ്, കൂട്ടായ്മയിലാണ്, മാതൃകയാണ്. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ കാര്യം ഓർത്തു.
ഞാൻ എൻ്റെ ബന്ധങ്ങളിൽ ഒരുമയോടായിരിക്കും. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ ദൈവത്തോടുള്ള ബന്ധത്തിൽ എളിമപ്പെട്ടാ ജീവിച്ചത്. ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെട്ടാണ് ജീവിച്ചത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ തിരുനാളിന് ഞാൻ ഒരുങ്ങുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിന് ഒരുങ്ങുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാതൃകയായ ബന്ധങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ദൈവവുമായിട്ടും സമൂഹവുമായിട്ടും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടും എൻ്റെ ബന്ധങ്ങളിൽ വീഴ്ച വരുത്തി. ഒരു കാര്യം കൂടെ പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുക, അകലം കൂടുന്തോറും നമുക്ക് അപകടമാണ്. ബന്ധങ്ങളിൽ നിന്ന് അകലം കൂടുന്തോറും അത് അപകടമാണ്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പത്രോസ് അകലെയായിട്ട് അവനെ അനുഗമിച്ചു എന്നാണ്. അതുകൊണ്ടായിരിക്കും പത്രോസിന് ഒരു വീഴ്ച വന്നത്. പക്ഷെ സുവിശേഷം പറയുന്ന കുരിശിന്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മ. നമ്മുടെ അകൽച്ച ചിലപ്പം ഒരു ദിവസത്തെ ജപമാനം ചൊല്ലാതിരിക്കുന്നതിന്റെ ആയിരിക്കും. വീട്ടിൽ പരസ്പരം സ്തുതി ചൊല്ലാത്തതിന്റെ ആയിരിക്കും നമ്മുടെ അകൽച്ച. ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനയായിരിക്കും നമ്മുടെ അകൽച്ച. ദൈവത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും. പ്രത്യേകിച്ച് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ ബന്ധങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാതൃക സ്നേഹിക്കുന്നു. എൻ്റെ ബന്ധങ്ങളെ ഞാൻ കൂട്ടുപിടിക്കും. പരിശുദ്ധ അമ്മ മധ്യസ്ഥയാണ്. പരിശുദ്ധ അമ്മ മധ്യസ്ഥയാണ്. കനാലെ കല്യാണ വിരുന്നില് വിഷമത്തിന്റെ ആഴങ്ങളിലേക്ക് പോയ ആ കുടുംബത്തെ കരകയറ്റിയത് പരിശുദ്ധ അമ്മ. ഇന്ന് വേളാങ്കണ്ണിയിലും ലൂർദിലുമെല്ലാം പരിശുദ്ധ അമ്മ തന്റെ മാധ്യസ്ഥം യാചിച്ചു വരുന്നവരെ ഒരിക്കലും കൈവിടുന്നില്ല. നമ്മുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ ആയപ്പോൾ തന്റെ ജീവിതത്തിൽ ആപ്തവാക്യമായിട്ട് തിരഞ്ഞെടുത്തത് തോത്തൂസ് തൂസ് എന്നാണ്. ടോട്ടലി യുവേഴ്സ്, പൂർണ്ണമായി നിന്റെ. പരിശുദ്ധ അമ്മയോട് നമുക്കിത് പറയണം, ഞാൻ പൂർണ്ണമായിട്ട് നിന്റേതാണ്. അതുകൊണ്ടാണ് 1981 അലിയക്ക എന്ന ഒരു യുവാവ് പരിശുദ്ധ പാപ്പയെ വെടിയുയർത്തിയപ്പോൾ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചത്. നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളുള്ള ഉണ്ടാവുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൂട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. പരിശുദ്ധ അമ്മയുടെ കൂട്ടിൽ എന്ന് പറയണം, ഞാൻ പൂർണ്ണമായിട്ടും നിന്റേതാണ്. സാധാരണ ജന്മദിനമെല്ലാം ആഘോഷിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ, വീട്ടിലാകുമ്പോൾ എൻ്റെ അമ്മയുടെ ജന്മദിനമെല്ലാം ആകുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മ എന്താ വേണ്ടേ, അമ്മയ്ക്ക് എന്താ വേണ്ടേ? അമ്മ സാരി വാങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ പറയും. പരിശുദ്ധ അമ്മയോട് ചോദിച്ചു നോക്ക്, പരിശുദ്ധ അമ്മയെ ജന്മദിനമല്ല വരുന്നത്, എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മ പറയുന്ന അവൻ പറയുന്ന പോലെ ചെയ്യാൻ. അവൻ എന്നാ പറഞ്ഞു? സ്നേഹിക്കാൻ. നിന്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാൻ, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ. ഈശോ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഈ കാര്യം മറക്കാൻ പറ്റും. പരിശുദ്ധ അമ്മ എനിക്ക് മാതാവാണ്. പരിശുദ്ധ അമ്മ പുണ്യങ്ങളുടെ മാതൃകയാണ്. പരിശുദ്ധ അമ്മ എനിക്ക് മധ്യസ്ഥയാണ്. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.
സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്മരണ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലിവസ്തു അങ്ങേ കൃപാവർഷത്താൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായി കാണിക്കയായി തീർക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ വണക്കം ആചരിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവുമാവുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്യും. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭക്തിപൂർവം നിലകൊള്ളുന്നു. സ്വർഗാദി സ്വർഗങ്ങളുടെ ശക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട്
അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ പിതാവിനോടും വൈദ്യഗണം തുറന്ന് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർക്കുക. അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൽ പാപം വീഴും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ.
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. സമയം കുമ്പസാരിച്ച് ഒരുക്കമുള്ള ക്രൈസ്തവർക്ക് ദിവ്യാഗ്നിയിലേക്ക് മറ്റുള്ളവർ സ്വസ്ഥമാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പാവസംഗീകരണം ചെയ്ത് ആയുധമുള്ള ക്രിസ്തവർഗമായിട്ട് ആക്രമണയെ പറ്റിക്കൊള്ളണം. മറ്റുള്ളവർക്ക് അറിയുകയാണ് അവർ ഇരിക്കുകയാണെന്നുള്ളത് ചേർത്ത് കൊണ്ടിരിക്കുന്നത്.
കുയിലുകൾ പാറയിൽ ഇന്നു നീ ശാന്തിയ എന്റെ ദുഃഖങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യമായ പരിത്രാണത്തിന് പങ്കാളികളായി തീർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ കൃപയുടെ പൂർണ്ണതയിൽ അഭിമാനം കൊള്ളുവാനും രക്ഷയുടെ നിരന്തര വർധനവും അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. சொல்லாத சொல்லுக்கு பொருளேதும் இல்லை. இறையேசுவில் இனிமையானவர்களை நன்றியில் ஒருவாக்கு. இன்றைய தினம் இத்திருப்பலியினை அர்ப்பணித்து இறைவனின் அன்பு மொழியை அழகாய் எடுத்துரைத்து இறை ஆசிரை பெற்றுத் தந்தவர் மதிப்பிற்கும் அன்பிற்கும் உரிய அருட்தந்தை ஜிபின் அவர்கள். தலையார் பள்ளியின் பங்கு தந்தை இவர் நமது பங்கு தந்தை, நமது உதவி பங்கு தந்தை அனஸ்பால் அவர்களுடன் உடன் பயின்றவர். இன்றைய மறை உரையின் வழியாக இறையின்மை மீதுள்ள பக்தியில் வேரூற்றி ஆணப்பட்டு வாழ வேண்டும் என எளிய மொழியில் அழகாய் எடுத்துரைத்தார். தந்தை அவர்களுக்கு நமது பேராலயத்தின் டைரக்டர் ஃபாதர் மைக்கேல் மற்றும் இறை மக்கள் அனைவர் சார்பாகவும் நன்றியின் நறுமணங்களை தெரிவித்துக் கொள்கின்றேன். மற்றும் இன்றைய திருப்பலிக்கு தலைமை வகித்த பெரியவரை சோழனில் உள்ள அனைத்து அன்பியர்களுக்கும் வலைக்கல்வி ஆசிரியர்களுக்கும் ஆசிரியர் பெருமக்களுக்கும் நன்றியினை தெரிவித்துக் கொள்கின்றேன். மேலும் சிறப்பாக இன்றைய தினம் நேற்று வழங்கும் கேட்டகிசம் டிபார்ட்மெண்ட்டுக்கும் நன்றியினை தெரிவித்துக் கொண்டு இத்திருப்பலியில் பங்கு பெற்ற அனைவருக்கும் மேலும் ஒருமுறை நன்றியை தெரிவித்துக் கொண்டே விடைபெறுகின்றேன். நன்றி. നന്ദിയുടെ ഒരു വാക്ക് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജന്മത്തിനാൾ ഒരുക്കമായിട്ട് നമുക്ക് ഒരുമിച്ച് ബലിയർപ്പിക്കാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പം പരിശുദ്ധ അമ്മയുടെ ബസിലിക്കയിൽ ഒരു ദിവ്യബലി നിങ്ങളുടെ ഒപ്പം അർപ്പിക്കാൻ അവസരം നൽകിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ മൈക്കിളച്ചനും എൻ്റെ സഹപാഠിയായ അനസച്ചനും ഇവിടുത്തെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയും തുടർന്നും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും ഓർക്കണം, നിങ്ങളെയും ഓർക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഓരോരുത്തർക്കും നേരുകയാണ്. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.
ഏറ്റവും പരിശുദ്ധയും അമലോഭ കന്യകയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ, നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു. ദൈവസന്നിധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ, ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങിത്തരണമേ. നിത്യസഹായ മാതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹാ കർത്താവേ, അങ്ങേ മാതാവായ മറിയത്തിന്റെ അപേക്ഷയാണ് കാനായിൽ വെച്ചെന്ന് വെള്ളം വീഞ്ഞാക്കിയത്. ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരുകയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ. എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശ്രമാർഹമാക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾ ക്രിസ്തുവിനെയാണ് ഉപയോഗിക്കുന്നത്. കരുണാമയനായ മാതാവേ, ഞങ്ങളെ കരുണയണമേ. ഞങ്ങളുടെ സഹനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിൽ മത്സരിക്കുകയും അവ സന്തോഷത്തോടും ക്ഷമയോടുകൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഓടി സഹായ മാതാവേ, ഈ കരുണയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്കും ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസികൾക്കും ആത്മായ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ രാജ്യത്തിലെ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ. എല്ലാ മനുഷ്യരും സാമൂഹിക സമാധാനത്തിലും മത ഐക്യത്തിലും സഹോദരനെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതീവാക്കന്മാർക്ക് പരിശുദ്ധ രൂപിയുടെ സഹായത്താൽ തങ്ങളുടെ ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുമനസ്സിനൊത്തവിധം തങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നവനാൾ ഭക്തരുടെയും എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യവിശ്രമം നൽകണമേ. ഈ നവനാളിന്റെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേ. നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ
നിത്യസഹായ മാതാവിലൂടെ ഈശോയ്ക്ക് നമുക്ക് മൗനമായി സമർപ്പിക്കാം. പ്രസാദകരത്തിന്റെ നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവേ, ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കണമേ. സഭയുടെ കൗതാശിക ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കണമേ. കുടുംബജീവിതം നയിക്കുന്നവരുടെ മാതൃകയും തുണയുമായ പരിശുദ്ധാമ്മേ, അങ്ങേ മാധ്യസ്ഥം വഴി സന്തോഷകരവും സമാധാനപൂർണവുമായ കുടുംബജീവിതം ഞങ്ങൾക്ക് കൊടുത്തനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നിത്യസഹായ മാതാവിന് കൃതജ്ഞത അർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശാരീരികവും മാനസികവുമായ നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവ് ഈശോ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കുവാൻ അവിടെ നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങളെ നയിക്കുവാൻ അവിടെ നിങ്ങളുടെ മുൻപിലും നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശരീരം ദിവസം